ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാഹന ഇൻഷുറൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു വാഹനം റോട്ടിലൂടെ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നിരത്തിൽ ഇറക്കണമെങ്കിൽ ആ വാഹനത്തിന് നിർബന്ധമായും ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഇൻഷുറൻസ് ഇല്ലാതെ നമ്മളൊരു വാഹനം ഓടിച്ചാൽ പോലീസ് പിടിക്കപ്പെട്ടാൽ മിനിമം 2000 രൂപയാണ് ഫൈൻ. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്കറിയാലോ. അപ്പോൾ എത്ര തരം ഇൻഷുറൻസുകളുണ്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാഹന ഇൻഷുറൻസിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നത്, ഏറ്റവും മുന്തി നിൽക്കുന്ന ഇൻഷുറൻസ് ആണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. എന്താണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത? അതായത് വാഹനത്തിൻ്റെ ഒരുവിധം എല്ലാ പാർട്സുകളും കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് ബമ്പർ ടു ബമ്പർ. ആ പേര് പോലെ തന്നെ ബമ്പർ മുതൽ ബമ്പർ വരെ എന്ന് പറഞ്ഞ പോലെ തന്നെ വാഹനത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും പാർട്സുകളും കവർ ചെയ്യുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. അപ്പോൾ ഏറ്റവും മുന്തി നിൽക്കുന്ന ഇൻഷുറൻസ് ആണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഒരുവിധം എല്ലാ പാർട്സുകളും കവർ ചെയ്യുന്നത് കൊണ്ട് അതിന് പ്രീമിയം കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, പൊതുവെ എല്ലാ കമ്പനികളും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പുതിയ വാഹനങ്ങൾക്കൊക്കെ 3 വർഷം വരെ അത് കൊടുക്കാറുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ പല കമ്പനികളും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കൊടുക്കാറില്ല. പിന്നെ ചില കമ്പനികൾ നിബന്ധനകൾക്ക് വിധേയമായി വാഹനത്തിൻ്റെ അവരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, അവരെ ഹിസ്റ്ററിയൊക്കെ നോക്കി ചിലപ്പോൾ 1-2 വർഷം കൂടെയൊക്കെ ചിലപ്പോൾ കിട്ടും. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് 3 വർഷമാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിൻ്റെ ഒരുവിധം എല്ലാ പാർട്സുകളും ഉൾപ്പെടുകയാണെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഒഴിയും. എന്താണ് ഈ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ? അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ വാഹനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യപ്പെടില്ല. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ അത്ര പ്രീമിയം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ വരില്ല. കുറച്ചും കൂടി പ്രീമിയം കുറവായിരിക്കും. എങ്കിലും നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാം. വണ്ടി എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ശരിയാക്കി എടുക്കാനുള്ള ക്യാഷ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. നമുക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്നർത്ഥം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ വണ്ടി നന്നാക്കാനുള്ള ക്യാഷ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ബമ്പർ ടു ബമ്പറും ഫസ്റ്റ് ക്ലാസ്സും. ഇനി ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഇൻഷുറൻസ് ആണ് TP എന്നറിയപ്പെടുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് ക്ലാസ് എന്നല്ല അറിയപ്പെടുന്നത്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ബമ്പർ ടു ബമ്പർ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കഴിഞ്ഞാൽ ചിലർക്ക് സംശയം ഉണ്ടാവും, ചിലർ ചോദിക്കാറുണ്ട്, അപ്പോൾ സെക്കൻഡ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടാവും. സെക്കൻഡ് ക്ലാസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഇല്ല. പിന്നെ വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. TP എന്നാണ് പൊതുവെ കമ്പനികൾ പറയുക. TP, തേർഡ് പാർട്ടി. എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്? തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കേണ്ട ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതായത് ഒരു വാഹനത്തിന് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ക്ലാസ് വേണമെങ്കിൽ അത് എടുക്കാം. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ നമുക്ക് പ്രീമിയം അടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും എടുക്കാം. അതൊന്നും നമ്മൾ കമ്പനി അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ ആർടി ഓഫീസിൽ നിന്നും നിങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ബമ്പർ ടു ബമ്പർ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് ആരും നമ്മളെ നിർബന്ധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ തേർഡ് ക്ലാസ് ഇൻഷുറൻസ് മിനിമം നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് വാഹനം റോഡിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന, ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഇൻഷുറൻസ് ആണ് എന്ത്? TP ഇൻഷുറൻസ് അഥവാ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. പക്ഷേ അതിൻ്റെ വില നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഇൻഷുറൻസ് ആണ്. പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ വില ഞാൻ പറഞ്ഞു തരാം. അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മളെ വണ്ടിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഇതിൻ്റെ ഗുണം കിട്ടുന്നത് നമുക്കല്ല, മൂന്നാമതൊരാൾക്കാണ്. തേർഡ് പാർട്ടി നമ്മുടെ വാഹനം ഇടിച്ച് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വണ്ടി വേറെ വണ്ടിയുമായി കൂട്ടിയിടിച്ച് ആ വാഹനത്തിലെ ആൾ മരണപ്പെട്ടു എന്ന് വെക്കുക.
അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് അവിടെ നോമിനിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൊടുക്കുന്നത്. അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് നമ്മളെ വാഹനത്തിനാണെങ്കിലും ഇതിൻ്റെ ഗുണം കിട്ടുന്നത് മറ്റാർക്കാണോ എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തില്ല. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസും ഇല്ല നമ്മളെ വാഹനത്തിന്, അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ മറന്നുപോയി, നമ്മളെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു, അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി നമ്മളെ വാഹനം ഇടിച്ചു, അദ്ദേഹത്തിന് മരണം സംഭവിച്ചാൽ, ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് മരണം സംഭവിച്ചാൽ അതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇൻഷുറൻസ് തുക മാറ്റം ഉണ്ടാവും. അതേസമയം അദ്ദേഹം ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നല്ല സാലറി വാങ്ങുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെൻറ് ജോലിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കലക്ടറാണ്, അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉയർന്ന ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലെയിം അത് കോടതി എത്രയാണോ വിധിക്കുന്നത്, അവരെ കോമ്പൻസേഷൻ എത്രയാണ് വിധിക്കുന്നത്, നഷ്ടപരിഹാരം പറയുന്നത്, ആ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വരും, ഇൻഷുറൻസ് ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അതേസമയം നമ്മളെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോവാം, ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മളെ വണ്ടിൻ്റെ TP ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മൂന്നാമതൊരാൾക്ക്, നമ്മളെ വാഹനത്തിലുള്ള അല്ല മറ്റേ വാഹനത്തിലെ ആൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ തുക അവർക്ക് കൈമാറും. അതാണ് TP ഇൻഷുറൻസ്. അതുപോലെ തന്നെയാണ് നമ്മളെ വാഹനം വേറെ വാഹനം തമ്മിൽ ഇടിച്ച് നമ്മളെ വാഹനത്തിൽ ആൾക്കാണ് പരിക്ക് പറ്റി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ മറ്റേ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അവൻ്റെ TP എന്ന് പറയുന്നത് നമ്മളാണ്, മൂന്നാമതൊരാൾ എന്ന് പറയുന്നത് നമ്മളാണ്. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിലും ഇത് നമ്മളെ വാഹനത്തിൽ നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ ആണല്ലോ, വണ്ടിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ ഇൻഷുറൻസിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് നിർബന്ധമായിട്ടും വാഹനങ്ങൾക്ക് മിനിമം TP ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം, അതാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കുടിയിൽപ്പണ പോകും. നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ പാടില്ല പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അല്ലാതെ ഫസ്റ്റ് ക്ലാസ് തന്നെ എടുക്കണം, ബമ്പർ ടെമ്പർ, അത് നമ്മളെ ചോയ്സാണ്, വേണമെങ്കിൽ എടുക്കുക. ഈ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മളെ അശ്രദ്ധയിൽ നമ്മൾ അറിയാതെ വണ്ടി എങ്ങാനും തട്ടി നമ്മളെ വണ്ടിക്ക് ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ആ കോടതി ഈ നമ്മളെ വാഹനം ഇടിച്ച് മരണപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പെർമനൻ്റ് ഡിസേബിലിറ്റി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എത്രയാണ്, ആ വ്യക്തി എത്ര വർഷം, ഏകദേശം ഉദാഹരണം പറയുകയാണ്, ഒരു 35 വയസ്സുള്ള ഒരാളെയാണ് നമ്മളെ വാഹനം ഇടിച്ചതെന്ന് നമ്മൾ സങ്കല്പിക്കുക. അദ്ദേഹം ഒരു മാസം 60,000 അല്ലെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് കണക്കൂട്ടും. എത്ര രൂപ ഇയാൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ ഒരു 60 വയസ്സ് വരെയൊക്കെയാണ് ഇയാൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ശമ്പളം ഇൻറ്റു എത്ര രൂപ ഇയാൾക്ക് ഭാവിയിൽ ഇയാൾക്ക് സാലറി ആയിട്ട് കിട്ടും, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു സംഖ്യ അങ്ങോട്ട് നമുക്ക് നഷ്ടപരിഹാരം വരും. അത് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ അല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. കാലാകാലം പ്രശ്നങ്ങൾ തീരില്ല. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഇൻഷുറൻസ് അല്ല, വിഷയമൊന്നുമില്ല, എപ്പോഴും എടുക്കുക, കുറച്ച് ദിവസങ്ങളിൽ പോട്ടെ എന്ന് ആലോചിക്കരുത്. നമ്മൾ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും TP എങ്കിലും നമ്മൾ എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള നൂലാമാലകളൊക്കെ വരും. പല ആളുകളും അങ്ങനെ പല കേസിലും പ്രശ്നത്തിലും കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വിവരം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലു സൈനിങ് ഔട്ട്. താങ്ക് യു.